വടക്കിന്റെ വസന്തോത്സവത്തിന്റെ വരവറിയിച്ച് എങ്ങും പൂരപ്പൂക്കൾ മിഴി തുറന്നു. നാടിന്റെ ഏതു ഭാഗത്തു നോക്കിയാലും പൂരപ്പൂക്കളുടെ സമ്പന്നതയാണ്. വടക്കിന്റെ വസന്തോത്സവത്തിന്റെ വരവറിയിച്ച് എങ്ങും പൂരപ്പൂക്കൾ മിഴി തുറന്നു. നാടിന്റെ ഏതു ഭാഗത്തു നോക്കിയാലും പൂരപ്പൂക്കളുടെ സമ്പന്നതയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ഏത് വഴികളിൽ കൂടി പോയാലും വർണ്ണ വസന്ത കാഴ്ചകളുമായി പൂരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ണിന് ആനന്ദം പകരാതിരിക്കില്ല. കോംബ്രറ്റേസിയ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ജെറ്റോണിയ ഫ്ലോറിബുണ്ട എന്നാണ്. തമിഴിൽ ഇതിന് മിന്നാരക്കോട്ടി എന്നും പറയും. പൂരോത്സവത്തിൽ പ്രധാനമായ ഒന്നാണ് പൂരപ്പൂവ്, നരമ്പൻ അഥവാ പുല്ലാനിപ്പൂവ്. കാമദേവന്റെ പുനർജനിക്കായി പൂക്കളർപ്പിച്ചുകൊണ്ട് നാരായണ പൂജ നടത്തുന്നതാണ് പൂരോത്സവം. ഇതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ ഇതിന് ആരാധനയുടെ ഒരു തലം കൂടിയുണ്ട്. പഴയകാലത്ത് വേനൽക്കാലത്ത് ഇതിന്റെ തണ്ട് മുറിച്ച് ദാഹം ശമിപ്പിച്ചിരുന്നു. ഒരു ഔഷധ സസ്യം കൂടിയാണിത്. പൂരോത്സവം കാമദഹനവുമായിട്ടുള്ള കഥയാണെങ്കിലും യഥാർത്ഥത്തിൽ കാമന്റെ പുനർജനിയുമായിട്ടുള്ള കഥയാണ് പൂരോത്സവം. കാമദഹനം വളരെ മുമ്പേ നടന്നിട്ടുണ്ടെങ്കിലും അത് രണ്ടാമത് ഈ അശരീരി വാക്കുണ്ടായി ഈ സ്ത്രീകൾ 9 ദിവസം പൂക്കളർത്ത് കാമശരീരം ഉണ്ടാക്കി പൂജിച്ചാൽ കാമൻ പുനർജനിക്കും എന്നുള്ള ഒരു അരുളപ്പാട് പ്രകാരം ദേവസ്ത്രീകൾ പിന്നെ 9 കുറേ ആൾ 6 ഓരോ ഭാഗത്ത് വെച്ചിട്ട് ആചരിച്ച കഥയാണ്. അപ്പോൾ 9ാമത്തെ ദിവസം കാമദേവൻ പുനർജനിച്ചു, അനങ്കനായിട്ട് ശരീരമില്ലാത്തവനായിട്ട് പുനർജനിച്ചു. ആ പുനർജനിയുടെ കഥയാണ് പൂരോത്സവം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.